ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 22-ാം അധ്യായം. മൈത്രേയ ഉവാച. ഏവമാവിഷ്കൃതാശേഷ ഗുണകർമ്മോദയോ മുനിഃ സവ്രീഡൈവ തം സമ്രാടു ഭാരതമുവാചഃ. മൈത്രേയർ പറഞ്ഞു, സകല കല്യാണ ഗുണങ്ങളെയും ജഗത് പരിപാലന കർമ്മ സാമർഥ്യത്തെയും സൂചിപ്പിച്ചുകൊണ്ട് മേൽ വിവരിച്ച വിധം മഹാത്മാവായ കർദമമുനി സ്തുതിച്ചപ്പോൾ സ്വമാഹാത്മ്യത്തെ കീർത്തിക്കുന്നത് താൻ തന്നെ കേട്ടതുകൊണ്ടുണ്ടായ ലജ്ജാഭാവത്തെ പ്രകാശിപ്പിച്ച ആദി ചക്രവർത്തി സകലേന്ദ്രിയങ്ങളെയും അടക്കി തപസ് ആചരിക്കുന്നതുകൊണ്ട് നിവൃത്തിമാർഗ തൽപരനും ജിതേന്ദ്രിയനുമായിരിക്കുന്ന ആ കർദമമുനിയോട് പറഞ്ഞു തുടങ്ങി. വിശേഷ കാരണം വല്ലതുമുണ്ടെങ്കിൽ നിർവ്യാജമായിട്ടും അതിനെ അംഗീകരിക്കാം എന്നുള്ള മുനിവചനം നിമിത്തം പറയുന്നതിനാരംഭിച്ചത് സന്തോഷപൂർവം തന്നെ. മനുരുവാച. ബ്രഹ്മാസൃജസ്വമുഖതോ യുഷ്മാനാത്മപരീപ്സയാ ഛന്ദോമയസ്തഭോ വിദ്യായോയയുക്താനലം പടാൻ. മനു പറഞ്ഞു, വേദസ്വരൂപനായ ബ്രഹ്മാവ് ആത്മാവിൻ്റെ പരിപാലനത്തിൽ ഇച്ഛകൊണ്ട് തൻ്റെ മുഖത്തിൽ നിന്ന് തപസ്സും വിദ്യയും യോഗവും ചേർന്നിരിക്കുന്നവരും വിഷയങ്ങളിൽ ഇച്ഛയില്ലാത്തവരുമായ നിങ്ങളെ സൃഷ്ടിച്ചു. തത്രാണായ സൃജശ്ചാസ്മാൻ ദോ സഹസ്രാത് സഹസ്രപാത് ഹൃദയം തസ്യ ഹി ബ്രഹ്മക്ഷത്രമംഗം പ്രജക്ഷതേ. ആ ബ്രാഹ്മണരെ രക്ഷിപ്പാനായിക്കൊണ്ട് സഹസ്രപാദങ്ങളുള്ള ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സഹസ്രം കൈകളിൽ നിന്ന് ഞങ്ങളെയും സൃഷ്ടിച്ചു. ബ്രാഹ്മണജാതി ഭഗവാന്റെ ഹൃദയസ്ഥാനവും ക്ഷത്രിയജാതി ശരീരസ്ഥാനവുമാണെന്ന് വേദമറിയുന്ന ഋഷികൾ പറയുന്നു. അദോഹന്യോന്യമാത്മാനം ബ്രഹ്മക്ഷത്രം ചരക്ഷതഃ രക്ഷതി സ്മാവ്യയോ ദേവഃ സയസദസ്സദാത്മകഃ. ക്ഷത്രിയന് ബ്രാഹ്മണരെ രക്ഷിപ്പാനും ആത്മധർമ്മത്തെ മുടക്കം കൂടാതെ സംരക്ഷിപ്പാനും വേണ്ടുന്ന ശക്തിയെ നൽകി സംരക്ഷിക്കുന്നത് ഈശ്വരനാകുന്നു. അതുപോലെ തന്നെ വേദമാർഗങ്ങളെ ലോകത്തിൽ പ്രവർത്തിപ്പിക്കുവാനും സ്വയം മുടക്കം കൂടാതെ അനുഷ്ഠിപ്പാനും ബ്രാഹ്മണന് ശക്തിയെ നൽകി രക്ഷിക്കുന്നതും ഈശ്വരനാകുന്നു. സർവാത്മാവായ ആ ദേവൻ ഇങ്ങനെ ആത്മരക്ഷയെയും അന്യോന്യരക്ഷയെയും നിലനിർത്തുന്നതിനു വേണ്ടി ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും പരിപാലിക്കുന്നു. തവ സന്ദർശനാദേവ ചിന്നാമേ സർവസംശയാഃ യസ്വയം ഭഗവാൻ പ്രീത്യ ധർമ്മമാഹരിരക്ഷിഷോഃ. അന്യോന്യം ഈശ്വരകൃതമായ സംബന്ധത്തെ സൂചിപ്പിച്ച ശേഷം സ്വാഭിപ്രായത്തെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന മനു ആ മഹാത്മാവിൻ്റെ സന്ദർശന സംഭാഷണാദികൾ സിദ്ധിച്ചതിനാൽ തനിക്കുണ്ടായ സന്തോഷത്തെ പ്രദർശിപ്പിക്കുന്നു. ഹേ ഭഗവൻ, അങ്ങയുടെ ദർശനം കൊണ്ടുതന്നെ പ്രജാപരിപാലനത്തിൽ തൽപരനായ ഞാൻ ഏതുവിധമാണ് ആ ധർമ്മത്തെ കുറവുകൂടാതെ നിർവഹിക്കേണ്ടത് എന്ന സംഗതിയെക്കുറിച്ചുണ്ടായിരുന്ന സർവ്വസംശയങ്ങളും തീർന്നു. എങ്ങനെയെന്നാൽ കണ്ട ഉടനെ എൻ്റെ അപേക്ഷ കൂടാതെ തന്നെ അങ്ങ് ഞാൻ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മത്തിൻ്റെ സ്വരൂപത്തെ പ്രീതിപൂർവം എന്നെ ധരിപ്പിക്കുകയാണല്ലോ ഉണ്ടായത്. ദിഷ്ട്യാമേ ഭഗവാൻ ദൃഷ്ടോ ദുർദർശോ യോ കൃതാത്മനാം ദിഷ്ട്യാപാദരജസ്പൃഷ്ടം ശീഷ്ണാമേ ഭവദ ശിവം. ഭഗവത് ധ്യാനാഭ്യാസത്താൽ ചിത്തത്തെ സ്വാധീനപ്പെടുത്തിയിട്ടില്ലാത്തവർക്ക് കാണുവാൻ സാധിക്കാത്ത ജ്ഞാനസ്വരൂപനായ അങ്ങയെ എനിക്ക് കാണുവാനും മംഗളകരമായ പാദധൂളി ശിരസാ സ്പർശിപ്പാനും സാധിച്ചതും എൻ്റെ ഭാഗ്യമാകുന്നു. ദിഷ്ട്യാ ത്വയാനുശിഷ്ടോഹം കൃതശ്ചാനുഗ്രഹോ മഹാൻ അഭാവൃതൈ കർണരന്ധ്രൈ ജുഷ്ടാദിഷ്ട്യോഷധീർഗിരഃ. പ്രജകളെ പരിപാലിക്കേണ്ടതായ കർമ്മത്തെ ഉപദേശിച്ചതായ മഹത്തായ അനുഗ്രഹം ഭാഗ്യത്താൽ ലഭിക്കപ്പെട്ടു. അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട കമനീയ വാക്കുകൾ ശ്രദ്ധയോടുകൂടെ കർണരന്ധ്രദ്വാര സേവിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യം തന്നെ. സഭവാൻ ദുഹിതൃസ്നേഹ പരിക്ലിഷ്ടാത്മനോ മമ ശ്രോതുമർഹസി ദീനസ്യ ശ്രാവിതം കൃപയാ മുനേ. സന്ദർശന സംഭാഷണ ലാഭത്തെ അഭിനന്ദിച്ച ശേഷം താഴെ ചെയ്യുന്ന വിജ്ഞപ്തിയെ ശ്രദ്ധ വെച്ച് കേൾപ്പാനായി പ്രാർത്ഥിക്കുന്നു. അത്രത്തോളം എന്നിൽ കാരുണ്യത്തെ പ്രകാശിപ്പിച്ച ഭവാൻ പുത്രിയിലുള്ള സ്നേഹം നിമിത്തം സമുചിതനായ വരനെ അന്വേഷിക്കുന്നതിൽ
മനക്ലേശം അനുഭവിച്ചതുകൊണ്ട് ദീനനായിരിക്കുന്ന ഞാൻ അറിയിപ്പിക്കുന്ന ഈ സംഗതിയെ കരുണാപൂർവം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. പ്രിയം വ്രതോത്താനബാധോ സ്വസേയം ദുഹിതാ മമ അന്വിച്ഛതി പതിം യുക്തം വയശീലഗുണാദിഭീഹി. കാമപുരുഷാർത്ഥം സാധിക്കേണ്ടതിന് സമുചിതമായിരിക്കുന്നത് ഗുണം, വയസ്സ്. ധർമ്മം സാധിക്കുന്നതിന് വേണ്ടത് സൽസ്വഭാവം. അർത്ഥം സാധിപ്പാൻ ആവശ്യമായത് വീര്യാദി ഗുണം. മോക്ഷം സാധിക്കേണ്ടതിനാവശ്യമായ ഭക്തിജ്ഞാനാദികൾ. ഇങ്ങനെ 4 വിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുവാൻ മതിയായ ഗുണവാനായിരിക്കണം വരൻ എന്നാണ് അഭിപ്രായം. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാർ എനിക്കുള്ളതുകൊണ്ട് ഇവളിലുണ്ടാകുന്ന സന്താനത്തെ പുത്രത്വേന സ്വീകരിപ്പാൻ ആഗ്രഹം എനിക്കില്ലതാനും. ക്ഷത്രിയനായ എൻ്റെ പുത്രി ബ്രാഹ്മണനായ അങ്ങയ്ക്ക് സ്വീകാര്യയോഗ്യവുമാകുന്നു. യഥാതുഭവദശീല ശ്രുതരൂപവയോ ഗുണാൻ ആശൃണോന്നാരദാദേശ ത്വയാസീകൃതനിശ്ചയ. അങ്ങയുടെ വിദ്യാസമ്പത്തി, സൽസ്വഭാവം, സൗന്ദര്യം, യൗവനയുക്തമായ പ്രായം, ഭക്ത്യാദി ഗുണങ്ങൾ ഇവയെ നാരദമുനിയിൽ നിന്ന് വിശ്വാസപൂർവം കേട്ട സമയം ഭർത്താവായിരിക്കാൻ യോഗ്യപുരുഷൻ അങ്ങു തന്നെ എന്നിവൾ നിശ്ചയിച്ചിരിക്കുന്നു. തത്പ്രതീച്യ ദ്വിജാഗ്രേ മാം ശ്രദ്ധയോപഹൃതാം മയാ സർവാത്മനാനുരൂപാം തേ ഗൃഹമേതേഷു കർമ്മസു. അതുകൊണ്ട് ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ശ്രദ്ധയോടുകൂടെ എന്നാൽ അങ്ങയുടെ സമീപം പ്രാപിക്കപ്പെട്ടവളും ഗൃഹസ്ഥാശ്രമോചിതങ്ങളായ സകല കർമ്മങ്ങളിലും അങ്ങയ്ക്ക് അനുരൂപയുമായിരിക്കുന്ന ഇവളെ സ്വീകരിച്ചാലും. ഉദ്യതസ്യ ഹി കാമസ്യ പ്രതിവാദോ ന ശസ്യതേ അഭിനിർമുക്തസംഗസ്യ കാമരക്തസ്യ കിം പുനഃ. സ്വപ്രയത്നം കൂടാതെ തന്നെ ദേവഗത്യ സമീപത്തു വന്നു ചേർന്നിരിക്കുന്ന ഭോഗസാധനങ്ങളെ ഉപേക്ഷിക്കുക എന്നത് സർവസംഗത്തെയും പരിത്യജിച്ചിരിക്കുന്ന യോഗിക്കും കൂടെ ശോഭനമായ കർമ്മമല്ല. വിഷയാശയുള്ളവരെക്കുറിച്ച് പിന്നെ പറയണമെന്നില്ലല്ലോ. യൗദ്യതമനാധൃത്യ കീനാശമഭിയാചതേ ക്ഷീയതേ തദ്യശസ്ഫീദം മാനശ്ചാവജ്ഞയാ ഹതഃ. സ്വതേ തന്നെ സമീപത്തു വന്നു ചേർന്നിരിക്കുന്ന വിഷയത്തെ ആദരപൂർവം സ്വീകരിക്കാതെ പിന്നെ അതേ വിഷയസുഖസാധനത്തെ കൃപണനായ ഒരുവൻ്റെ സമീപത്ത് ചെന്ന് യാചിക്കുന്ന ഒരുവൻ്റെ ഉജ്ജ്വലയായ കീർത്തി തൽക്ഷണം ക്ഷയിക്കുന്നു. അഭിമാനവും പരാവമാനത്താൽ നഷ്ടമായി പോകുന്നു. അഹം ത്വാശൃണവം വിദ്വൻ വിവാഹാർത്ഥം സമുദ്യതം അധസ്ത്വമുപകുർവാണഃ പ്രത്താം പ്രതി ഗൃഹാണ മേ. ഹേ വിദ്വാനായുള്ളവനെ, എല്ലാം അറിഞ്ഞിരിക്കുന്ന അങ്ങയോട് അധികം പറഞ്ഞിട്ടാവശ്യമില്ലല്ലോ. അങ്ങ് വിവാഹത്തിന് ഒരുക്കമാണെന്നുള്ള വർത്തമാനം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് വിവാഹാവസരം വരെ മാത്രം ബ്രഹ്മചര്യം ദീക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ഉപകുർബാണനായ അങ്ങ് ശ്രദ്ധാപൂർവം എന്നാൽ നൽകപ്പെടുന്ന എൻ്റെ പുത്രിയെ പരിഗ്രഹിച്ചാലും. ഋഷിരുവാച ബാഡമുദ്ധോടു കാമോഹം അപ്രമത്താജ തവാത്മജ ആവയോരനുരൂപോസാ വാദ്യോ വൈവാഹികോ വിധിഹി. ഋഷി പറഞ്ഞു, ശരി തന്നെ, ഞാൻ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങയുടെ പുത്രിയെ മറ്റൊരാൾക്ക് കൊടുപ്പാനുള്ള നിശ്ചയം അങ്ങയാൽ ചെയ്യപ്പെട്ടിട്ടുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്കു തമ്മിലുള്ള വിവാഹ സംബന്ധമായ ഈ ചേർച്ചയ്ക്ക് യാതൊരു ന്യൂനതയും ഇല്ലാത്തതിനാൽ മുഖ്യമായിട്ടു തന്നെ ഗണിക്കാം. അങ്ങ് പറഞ്ഞതിനെ ഞാൻ ഹൃദയപൂർവം അംഗീകരിക്കുന്നു. കാമസഭൂയാൻ നരദേവതേസ്യാഹ പുത്ര്യ സമാംനായ വിദോ പ്രതീതഃ കയേവദേ തനയാം നാദ്രിയേത സ്വയാംഗകാന്ത്യ ക്ഷിപതീമിവ ശ്രിയം. അല്ലയോ രാജൻ, പുത്രിയെ അനുരൂപവരനു നൽകണമെന്നുള്ള വേദവിധിയെ അനുസരിച്ചുകൊണ്ടുണ്ടായ അങ്ങയുടെ ന്യായമായ ആഗ്രഹം ആവിധം തന്നെ ഭവിക്കട്ടെ എന്നു തന്നെയല്ല വിവാഹത്തിന് ആഗ്രഹിക്കുന്ന എനിക്ക് അതൊരനുഗ്രഹവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രിയായ ഇവൾക്ക് സ്വതേയുള്ള ദേഹകാന്തി ആഭരണശോഭയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രത്യേകമായി വിളങ്ങുന്നു. അപ്രകാരമുള്ള ഈ പുത്രിയെ ആര് തന്നെ ആദരപൂർവം സ്വീകരിക്കയില്ല. യാം ഹർമ്മ്യപൃഷ്ടേ കൊണദംഘ്രിശോഭാം വിക്രീഡതീം കന്തുക വിഹ്വലാക്ഷീം വിശ്വാവസുർനബദത് സ്വാധിമാനാദ്വിലോക്യ സമ്മോഹ വിമൂഢചേതാഃ
കാൽച്ചിലമ്പുകൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പാദങ്ങളെയും നേത്രങ്ങളെയും പന്തിൻ്റെ ഗതിയനുസരിച്ച് ചലിപ്പിച്ചുകൊണ്ട് ഹർമ്മ്യത്തിൻ്റെ മുകളിൽ പന്തടിച്ചു കളിക്കുന്ന യാതൊരു സുന്ദരിയെ കണ്ടിട്ട് വിശ്വാവസുവെന്ന ഗന്ധർവൻ സൗന്ദര്യ ദർശനം നിമിത്തമുണ്ടായ സമ്മോഹത്താൽ മൂർച്ഛിക്കുകയാൽ സ്വവിമാനത്തിൽ നിന്ന് താഴെ വീണുവോ, അത്രത്തോളം ലോകാതിശായി സൗന്ദര്യത്തിൻ്റെ നിദാനമായിരിക്കുന്ന അങ്ങയുടെ പുത്രിയെ ആർ തന്നെ സ്വീകരിക്കുകയില്ല. ത്രാം പ്രാർത്ഥയന്തീം ലലനാലലാമാമസേവിതശ്രീ ചരണൈരദൃഷ്ടാം വത്സാം മനോരുച്ച പദസ്വസാരം കോനാനുമന്യേത ബുധോപിയാതാം. സ്ത്രീജാതിക്ക് അലങ്കാരമായിരിക്കുന്നവളും മഹാലക്ഷ്മി ദേവിയുടെ പാദങ്ങളെ സേവിക്കാത്തവർക്ക് കാണുവാൻ കൂടെ സാധിക്കാത്തവളും സ്വയംഭുവ മനുവായ അങ്ങയുടെ പുത്രിയും ഉത്താനപാദൻ്റെ സഹോദരിയുമായവൾ സ്വയമേവ പ്രാർത്ഥിച്ചും കൊണ്ട് സമീപത്തു വന്നിരിക്കെ സ്വകാര്യത്തെ നിർവഹിപ്പാൻ കുശലനായ ഏതൊരുവൻ അവളെ സ്വീകരിക്കുകയില്ല. അതോപജിഷ്യേ സമയേന സാധ്വീം യാവത്തേജോ ബിഭ്രിയാദാത്മനോ മേ അതോ ധർമാൻ പാരമഹംസമുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ വിഹിംസ്രാൻ. അതുകൊണ്ട് എൻ്റെ കാര്യം സാധിപ്പിക്കുന്നതിന് സമർത്ഥയായ ഈ പതിവ്രതയെ ഒരു പ്രത്യേക നിശ്ചയത്തോടുകൂടെ ഞാൻ സ്വീകരിക്കാം. ആ നിശ്ചയം എന്തെന്നാൽ എന്നിൽ നിന്നുണ്ടാകുന്ന വീര്യത്തെ ധരിക്കുന്ന കാലം വരെ, അതായത് ഗർഭം ധരിക്കുന്നതുവരെ സ്വീകരിക്കാം. അതിനുശേഷം ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതും ഹിംസാദികളായ ദോഷങ്ങളില്ലാത്തതും പരമഹംസന്മാർ മുഖ്യത്വേന സ്വീകരിച്ചിരിക്കുന്നതുമായ ശ്രവണ മനനാദി ധർമ്മങ്ങളെ സ്വീകരിക്കാം. യഥോപവദ്വിഷമിതം വിചിത്രം സംസ്ഥാസ്യതേ യത്ര ജവാവതിഷ്ഠതേ പ്രജാപതീനാം പതിരേഷമഹ്യം പരം പ്രമാണം ഭഗവാനനന്ദഃ. പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കണമെന്നല്ലേ ബ്രഹ്മകൽപ്പന. അങ്ങനെയിരിക്കെ സന്യാസ സ്വീകരണം സമുചിതമല്ലല്ലോ എന്ന ശങ്കയെ പരിഹരിച്ചുകൊണ്ട് പറയുന്നു. നിമിത്തോപാദന കാരണമായി ഭവിച്ചിരിക്കുന്ന യാതൊരുവനിൽ നിന്ന് ഈ കാണപ്പെടുന്ന സമസ്തവും ജനിച്ചുവോ, യാതൊരുവനെ ആശ്രയിച്ചിട്ടു തന്നെ വർത്തമാനകാലത്തിൽ നിലനിൽക്കുന്നുവോ, യാതൊരുവനിൽ ലയിക്കുകയും ചെയ്യുന്നുവോ, ഏതുകാലത്തും നാശമില്ലാത്തവനും ജ്ഞാനാദ്യ ഐശ്വര്യ നിധിയും ബ്രഹ്മാവാദി പ്രജാപതികളുടെ പാലകനുമായ ഭഗവാൻ ഋണത്രയങ്ങളെ നിരാകരിച്ച ശേഷം സന്യാസം സ്വീകരിപ്പാൻ ആജ്ഞാപിച്ചിരിക്കൊണ്ട് ആ ആജ്ഞ തന്നെ എനിക്ക് പരമോത്കൃഷ്ടമായിട്ട് പാലിപ്പാനുള്ളത്. അതിനാൽ സന്താനം ലഭിച്ചു കഴിഞ്ഞാൽ സന്യാസം അംഗീകരിക്കും. മൈത്രേയ ഉവാച സ ഉഗ്രധന്വന്നിയദേവാബഭാഷ ആസീച തൂഷ്ണീമരവിന്ദനാഭം ദിയോപഗൃഹ്ണൻ സ്മിതശോഭിതേന മുഖേന ചേതോ ലുലുബേ ദേവഹൂത്യാഹ. മൈത്രേയർ പറഞ്ഞു, ഭഗവത് ഭക്തിയാകുന്ന ബലമേറിയ ധനുസ്സിനാൽ ഇന്ദ്രിയങ്ങളാകുന്ന നിത്യശത്രുക്കളെ ജയിച്ചിരിക്കുന്ന ഹേ വീരനായ വിതുര, അങ്ങയെപ്പോലെ തന്നെ ജിതേന്ദ്രിയനായ ആ കർദമമുനി ഇത്രമാത്രം പറഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെയും ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്ന താമരപ്പൂവിനാൽ അലങ്കരിക്കപ്പെട്ട നാഭിയോടുകൂടിയിരിക്കുന്ന ശ്രീനാരായണമൂർത്തിയിൽ ബുദ്ധിവൃത്തിയെ നിലനിർത്തി മൗനിയായിരുന്നു. മന്ദഹാസത്താൽ അതിപ്രകാശമുള്ള മുഖത്താൽ ദേവഹൂതിയുടെ ചിത്തത്തിൽ മോഹത്തെ ജനിപ്പിക്കുകയും ചെയ്തു. സോനുജ്ഞാത്വാ വ്യവസിതം മഹിഷ്യാദുഹിതുസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യം പ്രഹർഷിതഃ. ഈ മുനിക്ക് തന്നെ പുത്രിയെ നൽകണമെന്ന് ഭാര്യയും അദ്ദേഹം തന്നെ എനിക്ക് ഭർത്താവായിരിക്കണമെന്ന് മകളും പ്രകാശിപ്പിക്കുന്നതായ അഭിപ്രായം നന്നായി അറിഞ്ഞ മനു സന്തോഷസഹിതനായിട്ടും ഗുണഗണസമ്പന്നനായ കർദമന് അതുപോലെ തന്നെ ഗുണാഢ്യയായിരുന്നതുകൊണ്ട് അനുരൂപയായ കന്യകയെ ദാനം ചെയ്തു. ശതരൂപാ മഹാരാജ്ഞി പാരിബർഹാൻ മഹാധനാൻ ദമ്പത്യോപര്യദാത് പ്രീത്യ ഭൂഷാവാസ പരിച്ഛദാൻ. മഹാരാജ്ഞിയായ ശതരൂപ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഗൃഹത്തിനുപയോഗിപ്പാൻ യോഗ്യങ്ങളായ പാത്രങ്ങൾ മുതലായ അധികം വിലപിടിച്ച സാധനങ്ങളെ സ്ത്രീധനമായിട്ട് ഭാര്യാഭർത്താക്കന്മാർക്ക് സന്തോഷപൂർവ്വം നൽകി. പ്രത്താം ദുഹിതരം സമ്രാട് സദൃക്ഷായ ഗതവ്യതഃ ഉപഗുഹ്യജ ബാഹുഭ്യാം ഔത്കണ്ഠോന്മദിതാശയഃ അശക്നുവം തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹുഃ ആസിഞ്ചദംബവത്സേതി നേത്രോദൈർദുഹിതുശിഖാഃ.
അനുരൂപനായ വരനായിക്കൊണ്ട് പുത്രിയെ നൽകുവാൻ സാധിച്ചതിനാൽ ചക്രവർത്തിയുടെ മനോദുഃഖം മുഴുവനും തീർന്നു. 2 കൈകൾ കൊണ്ടും മകളെ ആലിംഗനം ചെയ്തു പിരിഞ്ഞു പോകേണ്ടി വരുന്നതുകൊണ്ടുണ്ടായ ഉത്കണ്ഠ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ശോഭിപ്പിച്ച് വിരഹം സഹിക്കവയ്യാതെ ആയതിനാൽ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ വീണു തുടങ്ങി. അംബ വത്സേ, നിന്നെ പിരിയേണ്ടി വന്നിരിക്കുന്നുവല്ലോ എന്നു പറഞ്ഞുകൊണ്ട് കണ്ണീർ കൊണ്ട് മകളുടെ ശിരസിൽ അഭിഷേകം ചെയ്തു. ആ മന്ത്രിതം മുനിവരമനുജ്ഞാത സഹാനുഗഃ പ്രദസ്തേ രഥമാരൂഹ്യ സഭാര്യസ്വപുരം നൃപഃ. ആ മുനിശ്രേഷ്ഠനോട് യാത്ര പറഞ്ഞ് സമ്മതം വാങ്ങിയ ശേഷം പരിവാരങ്ങളോടും ഭാര്യയോടും കൂടെ രഥത്തിൽ കയറിയിരുന്ന് സ്വരാജധാനിയെ പ്രാപിപ്പാനായി പുറപ്പെട്ടു. ഉഭയോ ഋഷികുല്യായ സരസ്വത്യ സുരോദസോഹോ ഋഷീണാമുപശാന്താനാം പശ്യന്നാശ്രമസമ്പദഃ. ഋഷികുലങ്ങൾക്ക് സ്നാനപാനാദികൾ ചെയ്യുവാൻ യോഗ്യയായ സരസ്വതി നദിയുടെ 2 തീരങ്ങളിലും വസിക്കുന്ന ശമാധി ഗുണയുക്തന്മാരായ മുനികളുടെ ആശ്രമങ്ങളിലുള്ള ഭഗവത് ആരാധനോചിതങ്ങളായ തുളസ്യാദി പുഷ്പസമൃദ്ധികളെയും മറ്റും കണ്ടുകൊണ്ട് സ്വപുരത്തേക്ക് പുറപ്പെട്ടു. തമായന്തമഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാപതിം ഗീതസംസ്തുതിവാദിത്രൈഃ പ്രത്യുദീയു പ്രഹർഷിതാഃ. തങ്ങളുടെ രക്ഷിതാവായ ചക്രവർത്തി തിരികെ എഴുന്നള്ളുന്ന വിവരം അറിഞ്ഞിട്ട് പ്രജകൾ വാദ്യഘോഷത്തോടുകൂടെ ബ്രഹ്മാവർത്തത്തിൽ നിന്ന് എതിരേറ്റ് ഗമിച്ചു. ബർഹിഷ്മതി നാമപുരി സർവസമ്പത് മന്വിത നബധന്യത്ര രോമാണി യത്നസ്യാംഗം വിദുന്നതഃ. സകല സമ്പത്തുകളും നിറഞ്ഞിരിക്കുന്ന ബഹിഷ്മതി എന്ന രാജധാനി ബ്രഹ്മാവർത്തത്തിൽ യത്നവരാഹമൂർത്തിയുടെ ശരീരം കുടഞ്ഞ സമയം രോമങ്ങൾ വീണ സ്ഥലത്തിൽ നിൽക്കുന്നു. മനുവിൻ്റെ രാജധാനിക്ക് പേർ ബർഹിഷ്മതി എന്നാകുന്നു. ആ പേരുണ്ടാവാൻ കാരണം വരാഹമൂർത്തിയുടെ ശരീരത്തിൽ നിന്ന് ബർഹിസ്സുകൾ, അതായത് രോമങ്ങൾ വീണ സ്ഥലം ആയതുകൊണ്ടു തന്നെ. കുശാകാശാസ്തയേ വാസൻ ശശ്വദ്ധരിതവർച്ചസഃ ഋഷയോയൈ പരാഭാവ്യ യത്നജ്ഞാന്യന്യത്നമീചിരേ. ഭഗവാന്റെ വരാഹ ശരീരത്തിൽ നിന്നു വീണ രോമങ്ങളാണ് ദർഭകളായിട്ടും കാശപ്പുല്ലുകളായിട്ടും ഭവിച്ചിരിക്കുന്നത്. അവയെ പരത്തി വിരിച്ചാൽ അവിടെ യാഗഭംഗം വരുത്തുന്ന രാക്ഷസന്മാർ വരികയില്ല. അത്ര മാഹാത്മ്യമുള്ള ആ ദർഭകളെ കൊണ്ട് ഋഷികൾ യാഗവിഘ്നകാരികളായ രാക്ഷസന്മാരെ അകറ്റിയിട്ട് യത്നഫലദാനം ചെയ്യുന്ന ഭഗവാനെ പൂജിച്ചു. കുശകാശമയം ബർഹിർ ആസ്തീര്യ ഭഗവാൻ മനുഃ അയജദ്യത്ന പുരുഷം ലബ്ധ്വാസ്ഥാനം യഥോഭുവം. ജ്ഞാനൈശ്വര്യ പരിപൂർണനായതുകൊണ്ട് ഭഗവാൻ എന്നു പറവാൻ യോഗ്യനായിരിക്കുന്ന മനു കുശങ്ങളെയും കാശങ്ങളെയും പരത്തി വിരിച്ചിട്ട് യത്നപുരുഷനായ വരാഹമൂർത്തിയെ ആരാധിച്ചു. ബർഹിഷ്മതി എന്ന പേർ ആ വിധത്തിലും ഉണ്ടായി. ആ ഭഗവാനിൽ നിന്ന് ഭൂമിയെ സ്ഥാനമായിട്ട് ലഭിച്ചു. മനുവിനും മനുവിൻ്റെ സന്താനങ്ങൾക്കും വസിപ്പാനുള്ള സ്ഥാനമായിട്ട് വരാഹമൂർത്തി മനുവിന് ഈ ഭൂമിയെ നൽകി എന്നു സാരം. ബർഹിഷ്മതീം നാമ വിപുര്യാം നിർവിശ്യ സമാവസത് തസ്യാം പ്രവിഷ്ടോ ഭവനം താപത്രയ വിനാശനം. സമർത്ഥനായ മനു ബർഹിഷ്മതി എന്നു പേരായ ആ രാജധാനിയിൽ പ്രവേശിച്ചിട്ട് അവിടെയുള്ള തൻ്റെ ആസ്ഥാനത്തിൽ പ്രവേശിച്ചു. ആ ഭവനത്തിൽ വസിക്കുന്നവർക്ക് ആധ്യാത്മികാദികളായ 3 വിധ താപങ്ങളും ഉണ്ടാകുകയില്ല. സഭാര്യ സപ്രജകാമാൻ ബുഭുജേന്യ വിരോധദഃ സംഗീതമാനസ്തത്കീർത്തിഃ സസ്ത്രീഭിഃ സുരഗായകൈഃ പ്രത്യൂഷേഷ്യനുബന്ധേന ഹൃദാ ശൃണ്വൻ ഹരേ കഥാഃ. ഭാര്യയോടും പ്രജകളോടും കൂടിച്ചേർന്ന് ധർമാർത്ഥ മോക്ഷങ്ങളെന്ന 3 പുരുഷാർത്ഥങ്ങൾക്കും വിരോധം വരാത്ത വിധത്തിൽ വിഷയഭോഗങ്ങളെ അനുഭവിച്ചു. ദേവഗായകന്മാരായ ഗന്ധർവന്മാർ അവരുടെ ഭാര്യമാരോട് കൂടിച്ചേർന്ന് മനുവിൻ്റെ സൽകീർത്തിയെക്കുറിച്ച് ഗാനം ചെയ്യുന്നുവെങ്കിലും സന്ധ്യാകാലങ്ങളിൽ അതിഭക്തിയോടും സന്തോഷത്തോടും കൂടെ ശ്രീഹരിയുടെ കഥകളെ കേട്ടുകൊണ്ട് ദിവസങ്ങളെ കഴിച്ചു. നിഷ്ണാദം യോഗമായാസു മുനിം സ്വയം ഭുവം മനും യഥാ ഭ്രംശയിതും ഭോഗ നശേഗുർഭഗവത് പരം. ഭഗവാന്റെ മായാവിഭൂതികളായിരിക്കുന്ന ഐഹിക പദാർത്ഥങ്ങളെ സമ്പാദിക്കുന്നതിൽ സമർത്ഥനാണെങ്കിലും ഭഗവത് ഭക്തനും സത്യാസത്യ വസ്തുക്കളെ നിരൂപണം ചെയ്യുന്നതിൽ മനസ്സിരുത്തിയവനുമായ സ്വയംഭുവ മനുവിനെ ഐഹിക ഭോഗവിഷയങ്ങൾക്ക് ധർമ്മത്തിൽ നിന്ന് തെറ്റിപ്പിക്കുവാൻ കഴിയാത്തതുകൊണ്ട് ഭഗവത് ഭക്തിക്ക് വിരോധം കൂടാതെ വിഷയഭോഗങ്ങളെ അനുഭവിച്ചു. അയാതയാമാസ്തസ്യാൻ യാമാസ്വാന്തരയാപനാഃ
ശൃണ്വതോധ്യായതോ വിഷ്ണോः കുർവതോ ബ്രുവത കഥാഃ. ഭഗവത് കഥകളെ കേൾക്കുകയും ധ്യാനിക്കുകയും സേവിക്കുകയും വർണ്ണിക്കുകയും ചെയ്തുകൊണ്ട് മന്വന്തരം എന്നു പറയപ്പെടുന്ന കാലത്തിൻ്റെ അവയവങ്ങളായ എല്ലാ യാമങ്ങളും സബലങ്ങളായിട്ടു തന്നെ കഴിഞ്ഞു. സയേവം സ്വാന്തരം നിന്യേ യുഗാനാമേകസപ്തതിം വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയഃ. വാസുദേവനായ ഭഗവാന്റെ കഥാകീർത്തനാദിരൂപ പ്രസംഗം കൊണ്ട് ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന താപത്രയങ്ങളുടെ ഉപദ്രവം കൂടാതെ തന്നെ ആ മനു തൻ്റെ പരിമിത കാലമായ 71 ചതുർയുഗത്തെ കഴിച്ചുകൂട്ടി. 1000 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ പകൽ സമയം. ഇതിനുള്ളിൽ 14 മനുക്കളുടെ കാലം കഴിയും. അതിനാൽ ഒരു മന്വന്തരം എന്നത് സാമാന്യമായിട്ട് 71 ചതുർയുഗ കാലമാകുന്നു. ശാരീര മനസാ ദിവ്യ വൈയാസേ ഏജമാനുഷാഃ ഭൗതികാശ്ച കഥം ക്ലേശ ബാധന്തേ ഹരിസംശ്രയം. ഹേ വ്യാസപുത്ര, ശ്രീഹരിയെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഒരുവനെ ശരീരത്തിൽ ഉത്ഭവിക്കുന്ന രോഗാദിബാധകൾ നിമിത്തമുണ്ടാകുന്നവയും മനക്ലേശം നിമിത്തമുണ്ടാകുന്ന ആദി മുതലായവയുമാകുന്ന ആധ്യാത്മിക ക്ലേശങ്ങളും ദേവന്മാരിൽ നിന്ന് അനാവൃഷ്ടി, അതിവൃഷ്ടി മുതലായവ കൊണ്ടുണ്ടാകുന്ന ആദി ദൈവിക ക്ലേശങ്ങളും മനുഷ്യർ, സിംഹാദി ദുഷ്ടമൃഗങ്ങൾ മുതലായവയിൽ നിന്നുണ്ടാകുന്ന ആദി ഭൗതിക ക്ലേശങ്ങളും എങ്ങനെ ബാധിക്കും? യപൃഷ്ടോ മുനിഭിപ്രാഹ ധർമാൻ നാനാവിധാൻ ശുഭാൻ നൃണാം വർണ്ണാശ്രമാണാം ച സർവഭൂതഹിതഃ സദാ. സകല പ്രാണികളുടെയും ഹിതത്തിനായിട്ടു തന്നെ ജീവിതകാലത്തെ മുഴുവനും കഴിച്ചുകൂട്ടിയ മനുവിനോട് മുനിമാർ ചെയ്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് മനുഷ്യരെല്ലാവരും അനുഷ്ഠിക്കേണ്ടുന്ന സാധാരണ ധർമ്മങ്ങളെയും വർണ്ണാശ്രമങ്ങളെ അനുസരിക്കുന്നവർ നടത്തേണ്ടുന്ന വിശേഷധർമ്മങ്ങളെയും സ്വസ്ഥന്മാരായി ഇരിക്കുമ്പോഴും ആപത്തിൽ അകപ്പെട്ടിരിക്കുമ്പോഴും നടത്തേണ്ടുന്ന നാനാവിധ കർമ്മങ്ങളെയും ഉറപ്പിച്ചിരിക്കുന്നു. മനു സംഹിത എന്ന് പറയപ്പെടുന്നത് മനു പറഞ്ഞ ഈ വാക്യങ്ങളടങ്ങിയ ഗ്രന്ഥമാകുന്നു. ഏതത്ത ആദിരാജസ്യ മനോശ്ചരിതമത്ഭുതം വർണ്ണിതം വർണ്ണനീയസ്യ തദപത്യോദയം ശൃണു. വർണ്ണിപ്പാൻ യോഗ്യമായ ചരിത്രത്തോടുകൂടിയ ആദിരാജാവായ മനുവിൻ്റെ അത്ഭുതമായ ചരിത്രത്തെ ഞാൻ അങ്ങയോട് വർണ്ണിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ സന്താനമായ ദേവഹൂതിയുടെ അഭിവൃദ്ധിയെ പറയാം, കേൾക്കുക എന്ന് മൈത്രേയർ വിതുരരോട് പറഞ്ഞു. 22-ാമത്തെ അധ്യായം സമാപിച്ചു. 23-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.